നമസ്കാരം. റീഡിംഗ് തുടങ്ങുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ ബാധകമാവണം എന്നില്ല. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം പോസിറ്റീവായി എടുക്കുക, ബാക്കിയുള്ളവ വിട്ടുകളയുക. ഇവിടെ 6 കാർഡിൻ്റെ ഒരു സ്പ്രെഡാണ് എടുക്കുന്നത്. നിങ്ങളുടെ മനസ്സിലുള്ള ആ പ്രിയ വ്യക്തിയെ ഓർക്കുക. അവരുടെ പേര് 3 പ്രാവശ്യം മനസ്സിൽ പറയുക. ബോട്ടം കിട്ടിയിരിക്കുന്നത് 7 ഓഫ് വാൻഡ്സ് ആണ്. ഏസ് ഓഫ് സോർഡ്സ്, 5 ഓഫ് കപ്സ്, 4 ഓഫ് കപ്സ്, King of Pentacles, 9 of Cups, The Hermit. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇനി വിശദമായ റീഡിങ്ങിലോട്ട് പോകാം. ബോട്ടം കാർഡ് 7 ഓഫ് വാൻഡ്സ് ആണ്. ഈ കാർഡ് സൂചിപ്പിക്കുന്നത് മനസ്സിൽ ഒരുപാട് പ്രതിരോധങ്ങളും മാനസിക സമ്മർദ്ദവും അവർ നേരിടുന്നുണ്ട് എന്നാണ്. ബന്ധത്തിൽ എന്തോ ഒന്നിനെ അവർ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ വലിയൊരു ഒറ്റപ്പെടലോ പോരാട്ടമോ നടക്കുന്നുണ്ട്. മറ്റുള്ളവരോട് സംസാരിക്കാനോ പുറമേക്ക് താല്പര്യങ്ങൾ കാണിക്കാനോ അവർക്കിപ്പോൾ താല്പര്യമില്ല. നിലവിൽ അവരുടെ മനസ്സ് നിറയെ സങ്കടവും നിരാശയും കാര്യങ്ങളെക്കുറിച്ചുള്ള യുക്തിപരമായ ചിന്തകളുമാണ്. ഒരുപാട് റൊമാൻറ്റിക്കായി ചിന്തിക്കാനോ പ്രണയം പ്രകടിപ്പിക്കാനോ ഉള്ള മാനസികാവസ്ഥയിലല്ല അവർ. മുൻപ് നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ഉള്ളിൽ വലിയ സങ്കടവുമുണ്ട്. 9 ഓഫ് കപ്സ് കാർഡ് എന്നത് വിഷ് ഫുൾമെൻ്റ് ആണ് സൂചിപ്പിക്കുന്നത്. അവരുടെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം ഈ ബന്ധത്തിൽ വീണ്ടും സന്തോഷവും സ്നേഹവും വൈകാരികമായ സംതൃപ്തിയും തിരികെ കിട്ടണമെന്നത് തന്നെയാണ്. അതായത് റൊമാൻറ്റിക്കായ ഒരു അവസ്ഥയിൽ വീണ്ടും എത്തണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഹെർമിറ്റ് ആൻഡ് 7 ഓഫ് വാൻഡ്സ് കാർഡ് സൂചിപ്പിക്കുന്നത് മനസ്സിനെ ശാന്തമാക്കാനും അടുത്തതായി എന്താണ് ചെയ്യേണ്ടത് എന്ന് ഉറപ്പിക്കാനും അവർ ബോധപൂർവം ഐസൊലേഷൻ അഥവാ ഒറ്റപ്പെടൽ തിരഞ്ഞെടുക്കുകയാണ് എന്നതാണ്. കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചും സംഭവിച്ച നഷ്ടങ്ങളെക്കുറിച്ചും ഓർത്തുള്ള വലിയ സങ്കടവും നിരാശയുമാണ് ഇവർക്കുള്ളത്. അത് കാരണം നിലവിൽ മുന്നിലുള്ള നല്ല അവസരങ്ങളോ സ്നേഹമോ കാണാൻ കഴിയാത്ത വിധം മനസ്സ് മടുത്തിരിക്കുകയാണ് അവർ. ഏസ് ഓഫ് സോർഡ്സ് കാർഡ് സൂചിപ്പിക്കുന്നത് ചിന്തകളിൽ പെട്ടെന്നൊരു വ്യക്തത വന്നിട്ടുണ്ട് എന്നതാണ്. സത്യം എന്തെന്ന് അവർ തിരിച്ചറിയുന്നു. ഇനി വൈകാരികമായി അല്ലാതെ കാര്യങ്ങളെ സത്യസന്ധമായും വ്യക്തമായും നേരിടണം എന്നവർ കരുതുന്നുണ്ട്. അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. എന്നാൽ അതൊരു സാധാരണ റൊമാൻറ്റിക് മൂഡിൽ ചിന്തിക്കുന്നത് പോലെയല്ല, അതിലും ആഴത്തിലുള്ള രീതിയിലാണ്. 9 ഓഫ് കപ്സ് കാർഡ് വരുന്നത് തന്നെ ഉള്ളിലെ ഏറ്റവും വലിയ ആഗ്രഹത്തെയാണ് കാണിക്കുന്നത്. അവരുടെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം നിങ്ങളുടെ സ്നേഹവും ആ സന്തോഷവും നിങ്ങൾ കൂടെ ഉള്ളപ്പോൾ കിട്ടുന്ന വൈകാരികമായ സ്നേഹവും തിരികെ വേണമെന്ന് തന്നെയാണ്. അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സന്തോഷത്തേക്കാൾ കൂടുതൽ സങ്കടമാണ് അവർക്കുണ്ടാകുന്നത്. നിങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയി എന്നോ നിങ്ങളെ ശരിക്കും സ്നേഹിക്കാൻ പറ്റിയില്ലല്ലോ അല്ലെങ്കിൽ കാര്യങ്ങൾ വഷളായല്ലോ എന്നൊക്കെയുള്ള ഓർമ്മകൾ അവരുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നുണ്ട്. അവർ കൂടുതലും നെഗറ്റീവായാണ് ചിന്തിക്കുന്നത്. കിങ് ഓഫ് പെൻറ്റക്കിൾസ് കാർഡ് ആ വ്യക്തിയുടെ പ്രണയത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിനെയാണ് കാണിക്കുന്നത്. അവർക്ക് ഇനി ഈ ബന്ധത്തിൽ താൽക്കാലികമായ വികാരങ്ങളോ വെറും വാഗ്ദാനങ്ങളോ അല്ല വേണ്ടത്. ഒരു പങ്കാളി എന്ന നിലയിൽ നിങ്ങൾക്ക് പൂർണ്ണമായ സുരക്ഷിതത്വം തരാൻ അവർക്ക് കഴിയണമെന്ന് അവർ ചിന്തിക്കുന്നു. നിങ്ങളോടൊപ്പം ശക്തമായ ഒരു അടിത്തറയുള്ള ഭാവി കെട്ടിപ്പടുക്കാൻ അവർ ആഗ്രഹിക്കുന്നു. അവരുടെ ചിന്തകളിൽ വന്നിരിക്കുന്ന വലിയൊരു പക്വതയാണ് വാചാലമായി സംസാരിക്കുന്നതിനുമപ്പുറം തൻ്റെ പ്രവൃത്തിയിലൂടെ താൻ എത്രത്തോളം വിശ്വസ്തനും സീരിയസുമാണെന്ന് തെളിയിക്കണമെന്ന് അവർ കരുതുന്നുണ്ട്.
ഈ ബന്ധത്തിലെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ അവർ മാനസികമായി തയ്യാറെടുക്കുകയാണ്. 7 ഓഫ് വാണ്ട്സ് പ്രശ്നങ്ങൾക്കിടയിലും തനിക്ക് കാര്യങ്ങളെല്ലാം നിയന്ത്രണത്തിലാക്കാൻ കഴിയുമെന്ന് ആത്മവിശ്വാസം അവർ വീണ്ടെടുക്കുകയാണ്. സാമ്പത്തികമായോ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടോ ഉള്ള തടസ്സങ്ങൾ മാറ്റി ബന്ധത്തിൽ ഒരു റൂൾ അല്ലെങ്കിൽ ഒരു ഓർഡർ കൊണ്ടുവരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. പകൽ സമയത്തെ തിരക്കുകൾ കഴിഞ്ഞ് രാത്രിയുടെ നിശബ്ദതയിലാകുമ്പോഴാണ് ഓർമ്മകൾ അവരെ ഏറ്റവും കൂടുതൽ വേട്ടയാടുന്നത്. അവർ കാരണം അല്ലെങ്കിൽ അവരുടെ സാഹചര്യങ്ങൾ കാരണം നിങ്ങൾ തമ്മിൽ അകലേണ്ടി വന്നല്ലോ എന്നോർത്ത് വലിയ കുറ്റബോധവും സങ്കടവും അവർക്കുണ്ടാകുന്നുണ്ട്. നിങ്ങളൊപ്പമില്ലാത്തതിൻ്റെ വലിയൊരു ശൂന്യതയും നിരാശയും രാത്രിയിൽ അവർ അനുഭവിക്കുന്നുണ്ട്. രാത്രിയുടെ ഏകാന്തതയിൽ അവരുടെ മനസ്സ് കൊതിക്കുന്നത് നിങ്ങളുടെ സാമീപ്യവും പഴയ സന്തോഷവുമാണ്. പഴയ തെറ്റുകളെക്കുറിച്ചും ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുമുള്ള ഒരുപാട് ആഴത്തിൽ അവർ ചിന്തിക്കുന്നുണ്ട്. ഇത്രയും നാൾ ഉണ്ടായിരുന്ന ചിന്താക്കുഴപ്പങ്ങൾ മാറി കാര്യങ്ങളുടെ സത്യാവസ്ഥയെക്കുറിച്ച് അവർക്ക് രാത്രിയുടെ ശാന്തതയിലാണ് വ്യക്തത ലഭിക്കുന്നത്. രാത്രിയുടെ ഏകാന്തതയിൽ അവരുടെ ഓർമ്മകൾ അവരെ ഒരുപാട് സങ്കടപ്പെടുത്തുന്നുണ്ടെങ്കിലും നിങ്ങളെ വീണ്ടും സ്വന്തമാക്കാനും ഒരുമിച്ച് നല്ല ഭാവി കെട്ടിപ്പടുക്കാനും അവർ എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ആത്മപരിശോധനയിലാണ് അവരുടെ രാത്രികൾ കടന്നു പോകുന്നത്. ഇതാണ് കാർഡുകളിലൂടെ പ്രപഞ്ചം നൽകിയ ഗൈഡൻസ്. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പ്രപഞ്ചത്തിനും നിങ്ങൾക്കും നന്ദി. നമസ്കാരം.